ഹലോ ഡിയേഴ്സ്, നമ്മളിന്നൊരു സ്ലീവ് ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ചില്ലി റെഡ് കളറിലെ ഒരു സോഫ്റ്റ് കോട്ടൻ്റെ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബോർഡർ ഭാഗത്ത്, അതായത് സ്ലീവിൻ്റെ ബോർഡറിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 1-2 വീഡിയോസ് മിസ്സായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പിക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാകും ഇതെങ്ങനെയാണ് വരച്ചേക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം മുകളിൽ കണ്ടോ ഒരു 3 ലെയർ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ബോർഡറിൻ്റെ അവിടുന്ന് 3 ഇഞ്ച് മുകളിലേക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് ബോർഡറിൻ്റെ അവിടുന്ന് മെഷറിംഗ് ടേപ്പിൽ വെച്ചിട്ട് 3 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ ഒരു 3 ലെയർ ഏറ്റവും മുകളിലായിട്ട് 3 ലെയർ ബീഡ്സ് ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം താഴേക്ക് ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളൊരു ലൈൻ വരച്ച് കൊടുത്തിട്ട് അതിനകത്ത് ഇതായി ഒരു ചെറിയൊരു കർവ് ലൈൻ പോലെ നമ്മളൊന്ന് ജസ്റ്റ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കട്ട് ബീഡ്സാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു 1 ഇഞ്ചിലാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു കർവ് ലൈനിൻ്റെ 2 സൈഡിലായിട്ടും ഒരു 2-3 കട്ട് ബീഡ്സ് വിത്ത് സീക്വൻസ് എടുത്തിട്ട് 2 സൈഡിലേക്കും ജസ്റ്റ് ഒരു പെറ്റൽസ് പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 കട്ട് ബീഡ്സ് ഒരു സീക്വൻസ് എന്നുള്ള രീതിയിൽ ആ ഒരു കർവ് ലൈനിൻ്റെ 2 സൈഡിലേക്കും ജസ്റ്റ് ഒരു ലീഫ് പോലെ അല്ലെങ്കിൽ ഒരു പെറ്റൽസ് പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നെ ബാക്കിയുള്ള പോർഷനും കൂടെ നമുക്കത് ഫില്ലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ B7000 എന്ന് പറഞ്ഞ ഗ്ലൂ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് തൊട്ട് താഴെയായിട്ട് ഒരു 4 ഇഞ്ചൊന്നും വേണ്ട, അതിലും താഴെയായിട്ടുള്ള ഒരു ചെറിയൊരു ലൈൻ വരച്ചിട്ട് അവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റോൺസ്, അതായത് സിൽവർ കളറിൽ തന്നെ സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ അത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റോണാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. കട്ട് ബീഡ്സും സ്റ്റോൺസും ആണ് ഇവിടെ കൂടുതൽ എടുത്തിട്ടുള്ള. കട്ട് ബീഡ്സും സ്റ്റോൺസും പിന്നെ അതേപോലെ സീക്വൻസും സിൽവർ കളറിലാണ് സീക്വൻസും. പിന്നെ ഈ ഒരു പെൻ ഞാൻ നേരത്തെ ഇതിന് മുമ്പ് നമ്മുടെ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുള്ളതാണ്, ക്ലാസ്സിനകത്ത് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതേപോലത്തെ ഈ സീക്വൻസുകളും അല്ലെങ്കിൽ ഇതേപോലത്തെ തന്നെ സ്റ്റോൺസുകളൊക്കെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് ഇതേപോലെ എടുക്കാനായിട്ട് പറ്റും. അതൊരു ഗ്ലൂ ആണ് ആ ഒരു ഷീൽഡിനകത്ത് കാണിച്ചിരുന്നത്. അപ്പോൾ അതൊരു ഗ്ലൂ അതിൻ്റെ ഈ ഒരു പെന്നിൻ്റെ അറ്റത്തായിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ വേഗം നമുക്ക് പിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാനായിട്ട് അത് പറ്റും. അപ്പോൾ ഞാൻ അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ താഴെ വീണ്ടും ഒരു 2 ലെയർ, മുകളിലൊരു 3 ലെയറാണല്ലോ കട്ട് ബീഡ്സ് ഫില്ല് ചെയ്തിരിക്കുന്നത്. താഴെ വീണ്ടും ഒരു 2 ലെയർ കട്ട് ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പ് നമുക്ക് മുകളിൽ, അതായത് ആ ഒരു കട്ട് ബീഡ്സിൻ്റെ മുകളിലായിട്ട് 2 സൈഡിലേക്കും കട്ട് ബീഡ്സ് വിത്ത് സീക്വൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ പെറ്റൽസ് ചെയ്തിട്ടില്ലേ, അതേപോലെ 2 സൈഡിലേക്കായിട്ട് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വരച്ചപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് പെൻസിൽ തീർന്നായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ഗ്രീൻ കളറിലെ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഡിസൈൻസൊക്കെ വരയ്ക്കുമ്പോൾ വൈറ്റ് കളറിലെ പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഫ്രീ ഹാൻഡായിട്ടാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം മുകളിലെ 2 സൈഡിലത്തെ പെറ്റൽസും നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ്. 2 പെറ്റൽസ് പോലെ, അതായത് 2-3 സീക്വൻസും 2-3 കട്ട് ബീഡ്സും ഓരോ സീക്വൻസും എന്നുള്ള രീതിയിൽ 2 സൈഡിലേക്ക് ജസ്റ്റ് ഒരു പെറ്റൽസ് പോലെ 2 സൈഡിലേക്കും ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും ടോപ്പിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അര നീഡിലും കുറച്ചൊക്കെ നോർമൽ നീഡിലും ഒക്കെ അങ്ങ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് അത്യാവശ്യം ഹെവി വർക്കാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ ആ ഒരു സീക്വൻസും അതും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ നമ്മൾ വീണ്ടും കട്ട് ബീഡ്സ് ഒരു 2 ലെയർ കട്ട് ബീഡ്സ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. 2 ലെയറായിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2-3 ലെയറായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 2 ലെയർ ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു സ്റ്റോൺസ് ഒട്ടിച്ചതിൻ്റെ തൊട്ട് താഴെയായിട്ട്. ഇത് ഒരു ചില്ലി റെഡ് കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ സിൽവർ കളറിലെ
ബീഡ്സുകളായിട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നി അതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് പാർട്ടിക്കൊക്കെ ഇടാനായിട്ട് നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു കളർ എടുത്തത്. ഗോൾഡൻ കളറിനെക്കാട്ടിലും നല്ലത് ഇതാണ് കേട്ടോ. പാർട്ടിക്കൊക്കെ പോകണമെങ്കിൽ ചില്ലി റെഡിനൊക്കെ പറ്റിയ കളേഴ്സ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ഇതാ കുറച്ച് ലൈൻസ് പോലെ ചെയ്തു. അപ്പോൾ ആ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ അതൊന്നും കാണാൻ പറ്റിയില്ല എനിക്ക്. അപ്പം അവിടെ 2 ലീഫ് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ നമ്മുടെ ചാനലിനകത്ത് ഇതുപോലത്തെ ലീഫ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ വീഡിയോസായിട്ടും ക്ലാസ് ആയിട്ടും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ലീഫുകൾ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ക്ലാസ്സുകൾ മിസ്സാക്കാതെ കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ആ ഒരു ലീഫും സ്റ്റെംസും 2 സൈഡിലേക്കും പോയിട്ടുണ്ട്. പിന്നെ അതാ സെൻറ്ററിലായിട്ട് ഫ്ലവേഴ്സ്, അതായത് 2 സീക്വൻസും 2 കട്ട് ബീഡ്സും സീക്വൻസും എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്ലവേഴ്സും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി അതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ കട്ട് ബീഡ്സ് തന്നെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് അവിടെ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ ഗ്യാപ്പ് ഒന്ന് അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മറയ്ക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിസൈൻ. വളരെ പെട്ടെന്ന് നമുക്കൊരു പാർട്ടി വെയർ സ്ലീവ് ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് 2 സ്ലീവിന് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളങ്ങ് അത് അറ്റത്തങ്ങ് മടക്കി അങ്ങ് അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് ബീഡ്സ് അതിൻ്റെ ആ ഒരു ഭാഗം താഴെ വന്ന് നമ്മുടെ അടിയിലത്തെ തുണി കാണാത്ത രീതിയിലാട്ടോ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെയായിരിക്കും കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് 2 സ്ലീവും ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്ക് ഡിസൈനും ഒക്കെ നമുക്കിനി ഉടനെ വരുന്നുണ്ട്. ദുപ്പട്ട ഡിസൈൻസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്